ചരിത്രപ്രസിദ്ധമായ ഉത്രട്ടാതി ജലമേളയ്ക്കുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് ആറന്മുള. ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ പതാക ഉയർത്തിയതോടെ ആഘോഷങ്ങൾക്ക് തുടക്കമായി. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് സത്രക്കടവിലേക്ക് ഘോഷയാത്ര തുടങ്ങി. എ, ബി വിഭാഗങ്ങളിലായി 49 പള്ളിയോടങ്ങളാണ് വള്ളംകളിക്ക് മാറ്റുരയ്ക്കുന്നത്. വിവരങ്ങളുമായി ശ്രീകുമാരൻ ചേരുന്നു. അജീഷ് ജയകുമാറും ഉണ്ട് ആറന്മുളയിൽ നിന്ന്. അജീഷ്, ആറന്മുളക്കാർക്ക് ഉത്സവ ദിവസമാണ് ഈ ഉത്രട്ടാതി വള്ളംകളി എന്ന് പറയുന്നത്. എല്ലാവിധത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. 49 വള്ളങ്ങളിലും അണിയത്തും അമരത്തും ഒക്കെ ഇരിക്കേണ്ടത് ആരാണെന്ന കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു. എല്ലാം സജ്ജമല്ലേ? ക്രിസ്റ്റിന, എല്ലാം സജ്ജമാണ്. ആവേശം അതിൻ്റെ പരകോടിയിലേക്ക് എത്തുകയാണ്. ഓരോ ദേശക്കാർ അവരിങ്ങനെ തിരുവാറന്മുളയപ്പൻ്റെ സന്നിധിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. 1:30-ക്ക് ശേഷമാണ് ജലഘോഷയാത്ര തുടങ്ങുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇത് മംഗളം ദേശക്കാരുടെ പള്ളിയോടമാണ്. അവരിപ്പോൾ ചെറിയ വഞ്ചിപ്പാട്ടൊക്കെ പാടി പരിശീലനത്തിലാണ്. ഇതിന് ശേഷം ഇതിന് പിന്നാലെ തന്നെ ഒരുപാട് ദേശക്കാർ പിന്നാലെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. 1:30-ക്കാണ് ഇതിൻ്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം നടക്കുന്നത്. ധനമന്ത്രി KN ബാലഗോപാലാണ് ഇതിൻ്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനും ഇതിൽ പങ്കെടുക്കും. ഈ മത്സരങ്ങളുടെ ഉദ്ഘാടനം ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ആദ്യം ജലഘോഷയാത്രയാണ്. ഏറ്റവും മനോഹരമായ, ഏറ്റവും നയനാനന്ദകരമായ കാഴ്ചയാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയുടെ ജലഘോഷയാത്ര. ഈ ചടങ്ങിലെ, ഈ ആഘോഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചയും ഈ 52 പള്ളിയോടങ്ങളും ഒരുമിച്ച് എഴുന്നള്ളുന്ന ഈ ജലഘോഷയാത്ര തന്നെയാണ്. അതിനു വേണ്ടിയിട്ട് തച്ചു ശാസ്ത്രപ്രകാരം പണിത് നീറ്റിലിറക്കിയ ആ ചുണ്ടൻ വള്ളങ്ങൾ, പള്ളിയോടങ്ങളെല്ലാം തയ്യാറായി കഴിഞ്ഞു. ഓരോ കരക്കാരായി ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാം ഇനി നേരെ പാറപ്പുഴ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകും. അവിടെ നിന്ന് തിരിച്ച് ഇതിൻ്റെ സത്രക്കടവിലേക്ക്, അതിൻ്റെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഒരുമിച്ച് യാത്ര ചെയ്യുന്നതാണ് ജലഘോഷയാത്ര. അതിനുശേഷം 2 മണിയോടെ ആയിരിക്കും മത്സരങ്ങൾ തുടങ്ങുന്നത്. A ബാച്ച് വള്ളങ്ങളുടെയും B ബാച്ച് വള്ളങ്ങളുടെയും A ബാച്ച് 33 വള്ളങ്ങളാണുള്ളത്, പള്ളിയോടങ്ങളാണുള്ളത്. 16 B ബാച്ച് വള്ളങ്ങളുണ്ട്. ഇവരുടെ ഹീറ്റ്സ് മത്സരങ്ങൾ തുടങ്ങും. കഴിഞ്ഞ കൊല്ലത്തേക്ക് അപേക്ഷിച്ച് ഇത്തവണ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആ രീതിയാണ് പിന്തുടരുന്നത്. അതായത് സമയക്രമം, ഏറ്റവും കുറച്ച് സമയക്രമത്തിൽ ഫിനിഷ് ചെയ്യുന്ന ടീമുകൾ ഡയറക്റ്റ് ഫൈനലിലേക്ക്